നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പ്രീമിയർ ലീഗ് എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൻ്റെ ഗെയിം വീക്ക് 1 കഴിഞ്ഞല്ലോ. ഇന്നലെ ചെൽസിയും ഫുൾഹാമും തമ്മിലുള്ള ഏറ്റുമുട്ടലോടുകൂടി ആദ്യ ഗെയിം വീക്ക് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഈ ആദ്യ ഗെയിം വീക്ക് കഴിയുമ്പോൾ ഉള്ളൊരു ഫീൽ എന്താണ്? ഏത് ടീമാണ് ഏറ്റവും മികച്ചത് എന്നാണ് തുടക്കത്തിൽ ലഭിക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അതുപോലെ തന്നെ ഈ ആദ്യ ഗെയിം വീക്കിലെ മത്സരങ്ങളുടെ പോക്ക് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നമ്മളേതായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യ മത്സരം അത് ആഴ്സണലും കവൻട്രിയും തമ്മിലായിരുന്നല്ലോ. ഒരു സംശയവും വേണ്ട, ആഴ്സണൽ ഗണ്ണേഴ്സ് ഫയറിങ് ഓൺ ഓൾ സിലിണ്ടേഴ്സ്. അതാണ് നമുക്ക് ആദ്യ കളി കഴിയുമ്പോൾ തോന്നുന്നത്. ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെയാണ് ഗണ്ണേഴ്സ് കളിച്ചിട്ടുള്ളത്. കവൻട്രി അത്ര മികച്ച ടീമല്ല, പ്രൊമോട്ട് ചെയ്ത് വന്ന ടീമാണ്, അതൊക്കെ അറിയാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും അവർ എല്ലാ അർത്ഥത്തിലും ആധിപത്യം പുലർത്തിയിട്ട് തന്നെയാണ് കളിച്ചത്. 15-ാമത്തെ മിനിറ്റിൽ കായ് ഹവേർട്സിൻ്റെ ആ ഗോള് വന്നത്, അദ്ദേഹം അത് ഫസ്റ്റ് ടൈം ഫിനിഷിംഗ് ആയിരുന്നു. സൂപ്പർ ഫിനിഷിംഗ് ആയിരുന്നു. അതുപോലെ സാക്കയുടെ ഗോൾ വന്നത്, പിന്നെ ഒഡേഗാർഡ്. അപ്പോൾ ഇതിൽ പിന്നീടുള്ള ഗോളുകളിൽ നമുക്കറിയാലോ, അപ്പം ഗോൾ കീപ്പർക്ക് ചില മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒഡേഗാർഡിൻ്റെ ഗോളൊക്കെ വരുമ്പോഴേക്കും അദ്ദേഹം അപ്പുറത്തേക്ക് ആദ്യമേ ആഞ്ഞുപോയി, പിന്നെ വളരെ സിമ്പിളി പന്ത് വലയിലേക്ക് അടിക്കുകയായിരുന്നു. എനിവേ ഏറ്റവും മികച്ച രൂപത്തിലുള്ളൊരു പെർഫോമൻസ് തന്നെ ആഴ്സണൽ നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരാൾ അവരുടെ സോലിസാണ്. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് സൈനിങ് എന്ന് പറയേണ്ടി വരും. ഒരു മോൺസ്റ്റർ അവർ സൈൻ ചെയ്തിരിക്കുന്നു എന്ന രൂപത്തിലൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഓൾറെഡി. പക്ഷെ ഒറ്റക്കളി കൊണ്ട് ഇതൊക്കെ ഇത്രയൊക്കെ പറയണമെന്ന് ചോദിക്കാൻ ആളുണ്ടാവും. ബട്ട് സൂപ്പർബായിട്ട് ഈ ഒരു ഗെയിം വീക്കിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അത് ആഴ്സണൽ തന്നെയാണെന്ന്. പിന്നെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടിച്ചൊരു കളിയാണ്. പോയ സീസണിൽ 3-ാം സ്ഥാനത്തൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഈ സീസണോടുകൂടി പഴയ പ്രതാപത്തിലേക്ക് വീണ്ടും തിരികെ നടക്കുമെന്നൊക്കെ ആരാധകർ പ്രതീക്ഷിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കാലിടർന്നു. അവരെ ഹൾ സിറ്റി 2-0 പരാജയപ്പെടുത്തുന്നു. 2-0 ഹൾ സിറ്റി പരാജയപ്പെടുത്തുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ക്വാഡിലെ പ്രോബ്ലങ്ങൾ മുഴുവനും എക്സ്പോസ്ഡ് ആവുന്നൊരവസ്ഥയാണ്. നമ്മൾ ഈ സീസണിന് മുമ്പ് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ക്വാഡ് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞിരുന്നു, വലിയ സ്വപ്നങ്ങളൊന്നും കാണണ്ട, അതിനുള്ള സ്ക്വാഡില്ല എന്നുള്ളത്. മധ്യനിരയിലെ പ്രശ്നങ്ങൾ ശരിക്കും എടുത്ത് കാണിക്കപ്പെട്ടു. ടെൽമെൻസും സാൻഡോസും ചേർന്നുള്ള ആൻഡ്രൂ സാൻഡോസും ചേർന്നുള്ള മധ്യനിര, ഇവർ ടെൽമെൻസൊക്കെ വളരെ സ്ലോ ആയിരുന്നു എന്നൊരു ഫീലാണ് ഉണ്ടായത്. ഡോർഗുവിനെ ആ പൊസിഷനിൽ കളിപ്പിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഗുണം എന്നുള്ള ചോദ്യം വരുന്നു. ശരിക്കും ഒരു മികച്ച ലെഫ്റ്റ് ബാക്ക് അവർക്ക് ആവശ്യമാണ് എന്നുള്ളത് തെളിഞ്ഞു വരുന്നു. സോ മാർക്കറ്റിലേക്ക് ഇറങ്ങിയേ പറ്റൂ. മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇനി എത്രത്തോളം ഫലം കാണുന്നത് കണ്ടിരണം. ബലേബയെ കൊണ്ടുവരുന്നു, ബാൽഡയ്ക്ക് വേണ്ടിയിട്ട് നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഏതായാലും ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഞെട്ടിയിട്ടുണ്ട്, ഹൾ സിറ്റി ഞെട്ടിച്ചിട്ടുണ്ട്. അടുത്തൊരു മത്സരം തൊട്ട് പിന്നാലെ വന്ന മത്സരം നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ലീഡ്സ് യുണൈറ്റഡും തമ്മിലുള്ള കളിയായിരുന്നു. ശരിക്കും ലീഡ്സ് യുണൈറ്റഡിൻ്റെ ഒരു വിജയമാണ്, ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണ് നമ്മളവിടെ കണ്ടത്. അതിനുശേഷം അടുത്ത മത്സരം എവേർട്ടൺ ക്രിസ്റ്റൽ പാലസിനെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം നേടി. മികച്ചൊരു തുടക്കം തന്നെ എവേർട്ടൺ ഇട്ടിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ക്രിസ്റ്റൽ പാലസിനെതിരെ അവർക്ക് വേണ്ടിയിട്ട് ഡ്യൂസ്ബറി ഹോളും അതുപോലെ ബാരിയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ തീർച്ചയായിട്ടും ക്രിസ്റ്റൽ പാലസും അവരുടേതായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് പന്തുവലയിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. ആധിപത്യം പുലർത്തിയിരുന്നത് എവേർട്ടൺ തന്നെയാണ്. അവർ വിജയിച്ച് കയറുകയും ചെയ്തു. ഇപ്സ്വിച്ച് ഇതാ വിജയത്തോടുകൂടി പ്രീമിയർ ലീഗിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. 2-1 വിജയമാണ് അവർ സണ്ടർലൻഡിന് മേൽ നേടിയത്. ഏതായാലും അതവർക്ക് മുന്നോട്ടുള്ള പോക്കിൽ വലിയ ആത്മവിശ്വാസം നൽകും എന്ന് വേണം കരുതാൻ. ബ്രെൻഫോർഡ് സ്പേഴ്സിനെ മുക്കി. അത് ഇപ്പോൾ പോയ സീസണിലെ മോശം പ്രകടനം നടത്തിയ സ്പേഴ്സ് അതിൽ നിന്ന് തിരികെ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. വലിയ രൂപത്തിലുള്ള സൈനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കളിയിൽ റിച്ചാർലിസനും ടെല്ലും മൂറുമൊക്കെയാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. മറുഭാഗത്ത് ഇഗോർ തിയാഗോയും അതുപോലെയുള്ള താരങ്ങളൊക്കെ വെച്ചുകൊണ്ട് പതിവ് പോലെ ബ്രെൻഫോർഡ് കളിക്കാനിറങ്ങി. ബ്രെൻഫോർഡ് ശരിക്കും പറഞ്ഞാൽ സ്പേഴ്സിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവരുടെ
മികവിലേക്ക് മടങ്ങിയെത്താൻ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തൊരു മത്സരമാണ്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് സ്പേഴ്സിനെ അവർ തകർത്ത് തരിപ്പണമാക്കി. നിരവധി അവസരങ്ങൾ ബ്രെൻഫോർഡ് ഈ കളിയിൽ തുറന്നെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതായാലും സ്പേഴ്സ് നല്ല രൂപത്തിൽ അവർ റിപ്പയർ വർക്കുകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് വരും മത്സരങ്ങളിൽ ലഭിക്കും എന്ന് കരുതാം. പിന്നെ അതുപോലെ തന്നെ സംഭവിച്ച ഒരു കളിയാണ് ബ്രൈറ്റൺ വേഴ്സസ് ആസ്റ്റൺ വില്ല മത്സരം. ആസ്റ്റൺ വില്ല തീർന്നു എന്നുള്ളൊരു ഫീലുണ്ടാക്കിയ കളി. ഏകപക്ഷീയമായ 4 ഗോളിൻ്റെ വിജയമാണ് ബ്രൈറ്റൺ നേടിയത്. അതിലിപ്പോൾ ഒലി വാറ്റ്കിൻസ് കളിക്കാൻ പറഞ്ഞിട്ട് കളിക്കില്ല എന്ന് ഉനായി എമറിയോട് പറഞ്ഞു എന്നുള്ളതാണ് വാർത്തകൾ ഉണ്ടായിരുന്നത്. ഉനായി എമറിയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ വാറ്റ്കിൻസിന് അല്ലിൽ പോകണം, അദ്ദേഹം ആ രൂപത്തിൽ തന്നെ നിന്നു. ഇപ്പോൾ പക്ഷേ സഹതാരങ്ങളോടൊക്കെ അപ്പോളജൈസ് ചെയ്ത് ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഏതായാലും പല പ്രധാന താരങ്ങളെയും ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നഷ്ടപ്പെട്ടൊരു ടീമാണ് ആസ്റ്റൺ വില്ല. അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്തു. 4-0 ഗംഭീര വിജയം ബ്രൈറ്റൺ നേടിയിട്ടുണ്ട്. ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ സ്റ്റാർട്ടാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂകാസിലും ലിവർപൂളും തമ്മിലുള്ള കളി 2-2 അവസാനിച്ചത്. പക്ഷേ ആ കളിയിൽ വിജയം ന്യൂകാസിൽ അർഹിച്ചിരുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. അവസാനം വരെ ഏതാണ്ട് അവസാന നിമിഷം വരെ എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടം തന്നെ അതുവരെ 2-1 ന്യൂകാസിൽ മുന്നിലാണ്. പിന്നെയാണ് ആ പെനാൽറ്റിയിൽ പലരും കോൺട്രവേഴ്സി പറയുന്നു. പക്ഷെ അത് കൃത്യമായ പെനാൽറ്റി തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ന്യൂകാസിൽ റോബ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. അത് കൃത്യമായ പെനാൽറ്റി തന്നെയായിരുന്നു. സപ്പോസിലായി 90 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു 9 മിനിറ്റ് അഡീഷണൽ ടൈമിൽ അപ്പോഴാണ് ആ ഗോൾ പെനാൽറ്റിയിലൂടെ അടിക്കുന്നത്. അതുവരെ 2-1 മുന്നിലാണ് ന്യൂകാസിൽ. എലാങ്കയും വില്ലോക്കുമാണ് അവരുടെ ഗോൾ നേടിയിരുന്നത്. ഗാക്പോയും സബോസ്ലയും ലിവർപൂളിനായിട്ട് ഗോൾ കണ്ടെത്തി ഒരുവിധം രക്ഷപ്പെട്ടു. പോൽക്കാതെ റോല രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് ആ ഒരു കളി കഴിയുമ്പോൾ ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും അതിൽ നമ്മളെടുത്ത് പറയേണ്ടത് ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ദൗർഭാഗ്യം തന്നെയാണ്. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബേൺമൗത്ത് പോരാട്ടം. സിറ്റി അവസാനം ജയിച്ചു കയറി. പക്ഷേ മതിയോ മറസ്കയുടെ ഈ ഒരു ടീമിന് എത്ര ദൂരം പോകാൻ പറ്റും എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ട്. സിറ്റി ബേൺമൗത്തിനോട് 2-1 ജയിച്ചു. മാർഗോയും ഗാഡിയോളും 2 ഡിഫൻഡർമാരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് എന്ന കാര്യം നോക്കുക. പിന്നെ അത് 84 മിനിറ്റ് വരെ അവർ 1-0 പുറകിലാണ്. അവസാന നിമിഷം ചെർക്കിയുടെ വരവിൽ അദ്ദേഹത്തിൻ്റെ 2 അസിസ്റ്റിൽ നിന്നാണ് ആ ഗോളുകൾ പിറക്കുന്നത്. സിറ്റിയുടെ കുറേ കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആയ കാര്യമാണ്. ഇപ്പം എന്തിന് റിക്കോ ലൂയിസിനെ സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോർഡനെ ഏത് പൊസിഷനിൽ ഇപ്പോൾ കളിപ്പിച്ചിട്ടും ആ പഴയ ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുണ്ട്. ഏർലിംഗ് ഹാലൻഡിലേക്ക് കൃത്യമായിട്ട് ബോൾ എത്തി 1-2 നിമിഷങ്ങൾ അത് അദ്ദേഹം ഫിനിഷ് ചെയ്തതുമില്ല. അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായി. ഏതായാലും ടീം ഒടുവിൽ ചെർക്കിയുടെ വരവോടെ എന്തിനാണ് ചെർക്കിയെ ബെഞ്ചിലിരുന്നുള്ള ചോദ്യം വരുന്നുണ്ട്. നമ്മളത് വിശദമായിട്ട് റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ അതിലുണ്ടായിരുന്നു. ഏതായാലും സിറ്റി ഇനിയും ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നിയ കളിയാണ്. പിന്നെ ചെൽസി വേഴ്സസ് ഫുൾഹാം മത്സരം, അത് ഇന്നലെ രാത്രിയാണ് നടന്നത്. ആ കളി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 2 മുൻ റയൽ മാഡ്രിഡ് കോച്ചുമാർ നേർക്ക് നേർ ഏറ്റുമുട്ടിയ ഒരു കളിയാണല്ലോ. അപ്പോൾ ആ കളിയിൽ എന്ത് സംഭവിക്കും? 3-2 ഒടുവിൽ ചെൽസി ജയിച്ച് ജാവോ പെഡ്രോ ആദ്യ മിനിറ്റിൽ തന്നെ ഗോളടിക്കുന്നു. അങ്ങനെയൊക്കെ സാബി അലോൺസൊക്കെ ഒരു വിജയത്തുടക്കം കിട്ടി. പക്ഷേ ഫുൾഹാം നേടിയ ഗോളുകൾ അത് സാബി അലോൺസോക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ഗോൾ കീപ്പറുടെ റോബർട്ട് സാഞ്ചസിൻ്റെ മിസ്റ്റേക്കുകളിലൂടെ ഗോൾ വലയിലേക്ക് കയറുന്നു. ഇപ്പോൾ അതിൽ നിന്ന് എന്ത് മാറ്റത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പം ഗാരി നെവിലിനെ പോലുള്ളവരും അതുപോലെ തന്നെ ജമി കാരഗറിനെ പോലെയുള്ള എക്സ്പേർട്ടുകൾ പറയുന്നത് ഈ ഗോൾ കീപ്പർ വെച്ചുകൊണ്ട് ചെൽസിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഗോൾ കീപ്പിങ്ങിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ളത് കണ്ടറിയണം. സോ ഫൈനലി ചെൽസി കളി 3-2 ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു ഫസ്റ്റ് വീക്കെൻഡ് കഴിയും അല്ലെങ്കിൽ ഫസ്റ്റ് ഗെയിം വീക്ക് കഴിയുമ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നിയ കാര്യം പറയട്ടെ. ആസ്റ്റൺ വില്ല വളരെ ഹൊറിബിളായിട്ടുള്ള പെർഫോമൻസ് നടത്തിയത്. മാഞ്ചസ്റ്റർ സിറ്റി പെപ്പിൻ്റെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഫിനിഷ്ഡ് എന്ന് പറയേണ്ടി വരും. ഈ റീബിൽഡ് ചെയ്തിട്ട് വേണം. അത് കുറേ പണി അവിടെയുണ്ട്. ഇപ്പോൾ മൊർബോഷ് പോവുകയാണ്. നേരത്തെ തന്നെ സാവിഞ്ഞോ പോകാൻ വേണ്ടി കച്ച കെട്ടി ഇറക്കി പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഇനിയുള്ള സ്കോഡിൽ തന്നെ മാറ്റങ്ങൾ വരും.
ഇപ്പോൾ അയൂബ് വാദിയെ കൊണ്ടുവരുന്നു, ശരി. എൻസോ ഫെർണാണ്ടസിനായിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മർമോഷ് പോയതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു സ്ട്രൈക്കർ ആവശ്യമുണ്ട്. അപ്പോൾ ആകെ ഒരു റീബിൽഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിലവിൽ പോയ നമ്മൾ ആ പ്രതാപത്തോടു കൂടി നിന്നിരുന്ന സിറ്റി ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ഇന്ന് റീബിൽഡ് ചെയ്ത് വരണം. മാൻ യുണൈറ്റഡ് എന്താ സംശയം, ഹോറിബിൾ പെർഫോമൻസ് കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത്. കുറേ പ്രശ്നങ്ങൾ അവരുടെ മധ്യനിരയിൽ സ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഹോറിബിളാണ്. ടോട്ടനാം എഗെയിൻ ഹോറിബിൾ പെർഫോമൻസ്. അവർക്കും ഈ റീബിൽഡ് ചെയ്ത് ഇനി ശരിയാക്കേണ്ട ഒരവസ്ഥയുണ്ട്. ലിവർപൂളിൽ ഇനി എന്താവും എന്നുള്ളത് ഇപ്പോൾ ലിവർപൂളിൻ്റെ ഒരു കളിയിൽ നമ്മൾ പറഞ്ഞല്ലോ, ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവർ അവസാന നിമിഷത്തിൽ രക്ഷപ്പെട്ടു പോയതാണത്. അല്ലെങ്കിൽ അവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടതായിരുന്നു. സോ സ്റ്റിൽ അവർക്കും ആ ഒരു മികവിലേക്ക് എത്തേണ്ട പുതിയ കോച്ചാണ്. ചെൽസിയുടെ കാര്യത്തിലും പുതിയ കോച്ച്. ഗോൾ കീപ്പിങ്ങിൽ പ്രശ്നങ്ങളുണ്ട്, ഡിഫൻസിൽ ചില കാര്യങ്ങൾ ഇനിയും ശരിയാവാനുണ്ട് എന്ന് കാണിച്ചൊരു കളിയാണ്. ആ സമയം മുന്നേറ്റം മികച്ചതാണ്. അവർ റിസൾട്ട് ഉണ്ടാക്കുന്നത്. ജാവോ പെട്രോക്കെ തൊട്ടാ പൊള്ളുന്ന ഫോമിലാണ്. ബട്ട് സ്റ്റിൽ പൂർണ്ണമായും അവർ റൈറ്റ് ട്രാക്കിലാണ് എന്ന് പറയാൻ വയ്യ. ആഴ്സണൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന ആഴ്സണൽ ഷുഡ് വിൻ ദിസ് ഈസിലി എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഒരു മികവിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമൊന്നും മറ്റൊന്നുമല്ല, വർഷങ്ങളായിട്ടുള്ള കോച്ച് അവിടെയുണ്ട്. അവർ പതിയെ ടീം ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുവന്നു. മികച്ച സ്ക്വാഡായി. ആ സ്ക്വാഡ് വീണ്ടും ശക്തിപ്പെടുത്താൻ അവർ ശ്രമിച്ചത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതിന് തന്നെയാണ്. ഗബ്രിയേൽ മാർട്ടിനെല്ലിയും ഗബ്രിയേൽ ഹീസസും ഒക്കെ പുറത്തേക്ക് പോകുന്നത് അതിന് പകരം കൃത്യമായിട്ടുള്ള താരങ്ങളെ കൊണ്ടുവരിക, പെർഫെക്റ്റ് സ്ക്വാഡും കൊണ്ടുപോകുക. അതാണ് ആദ്യത്തെ പറഞ്ഞതും. എല്ലാറ്റിനും ഒരു തുടക്കം എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചില താരങ്ങളൊക്കെ പോകേണ്ടി വരും. എപ്പോഴും സ്ക്വാഡ് ഏറ്റവും നല്ലതാക്കുക എന്നുള്ളതാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന്. ആ മെൻറ്റാലിറ്റിയും ആ കാര്യങ്ങളൊക്കെ വെച്ച് ആദ്യ ഗെയിം വീക്ക് കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ തവണത്തെ പ്രീമിയർ ലീഗിൽ ഗംഭീരമായിട്ടുള്ള ആധിപത്യം അത് ആഴ്സണലിനുണ്ട്. അവർ കിരീടത്തിലേക്ക് വരെ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഒന്നാം ഗെയിം വീക്ക് കൊണ്ടൊക്കെ താനിങ്ങനെ പറയണമെന്ന് പലരും ചോദിക്കും. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ആദ്യ ഗെയിം വീക്ക് കഴിയുമ്പോൾ 9 ടീമുകൾ ജയിച്ച് കയറി. ബ്രൈറ്റൺ, ബ്രെൻഫോർഡ്, ആഴ്സണൽ, ഹൾ സിറ്റി, എവേർട്ടൺ, ചെൽസി, ഇപ്സ്വിച്ച്, മാഞ്ചസ്റ്റർ സിറ്റി, ലീഡ്സ്. ഈ ടീമുകൾക്ക് 3 പോയിൻ്റ് ഉണ്ട്. അതേസമയം ലിവർപൂളും ന്യൂ കാസലും സമനില കൊണ്ട് ഓരോ പോയിന്റുകൾ നേടിയിട്ടുണ്ട്. പിന്നെ അതേസമയം ബാക്കി ടീമുകൾ ഫുൾഹാം, ബേൺമൗത്ത്, സണ്ടർലൻഡ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, പാലസ്, യുണൈറ്റഡ്, സ്പേഴ്സ്, കവൻട്രി, ആസ്റ്റൺ വില്ല ടീമുകൾക്ക് പോയിന്റുകളില്ല. സോ ഡെബ്യൂ മാച്ച്, പുതിയ സീസണിൻ്റെ ഡെബ്യൂ മാച്ച് ചില വമ്പന്മാർക്ക് കൈപൊള്ളി. യുണൈറ്റഡ്, ആസ്റ്റൺ വില്ല, ഇങ്ങനെയുള്ള സ്പേഴ്സ്, ഇങ്ങനെയുള്ള ടീമുകൾ ഫസ്റ്റ് കളിയിൽ തന്നെ ചൂടറിഞ്ഞിട്ടുണ്ട്. ബാക്കി എന്താവും എന്നുള്ളത് കണ്ടറിയണം. ആദ്യ കളി കഴിയും ഏതായാലും 2 ഗോളുകളുമായിട്ട് ബ്രൈറ്റൻ്റെ താരം ഇൻഷൽ വുഡാണ് ഇപ്പം 2 ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോറായിട്ട്. അതൊക്കെ ഇനി മാറി മറിഞ്ഞു വരും. ഏതായാലും ഫസ്റ്റ് ഗെയിം വീക്ക് കഴിയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത്തവണ ആഴ്സണലിൻ്റെ അഴിഞ്ഞാട്ടമായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും കാണാം.